ഇത് ഒരു മിത്താണ്. ഈ ഒരു സ്ഥലമില്ല എന്നൊക്കെ പണ്ട് കാലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. കാവ്യ ബഹുവരെയാണ് മാനസ चंद्रमा ललाट पे भस्म है भुजाओं में, वस्त्र बाघ छाल का है खड़ा पाँव में, प्यास क्या हो तुझे गंगा है तेरी जटाओं में, जटाओं में, जटाओं में। दूसरों के वास्ते तू सदैव ही जिया, मांगा कुछ कभी नहीं, तूने सिर्फ है दिया। समुद्र मंथन का था समय जो आ पड़ा, വിശ്വാസ പ്രമാണങ്ങളും പറയാതെ द्वंद्व दो മറുപടി ഇപ്പോൾ പറയാനില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം പോലെ. ഇതൊക്കെ ഇവിടെ ഈ സരോവരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതാ ഇവിടെ ഒരു ഫലകം കാണാം. ഇതാ ഭഗവാന്റെ വളരെ പ്രിമച്ചുറായിട്ട് മറ്റു തരത്തിലുള്ള ആധുനിക ലോകത്തിൻ്റെ ആർട്ടിഫിഷ്യാലിറ്റി എന്ന് പറയുന്ന യാന്ത്രികതയുടെ ലേശ തൊട്ടു തീണ്ടാത്ത എല്ലാം പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് പ്രകൃതി മാത്രം. ആൾട്ടിറ്റ്യൂഡ് പോലും എത്രയോ കൂടുതലാണോ, ഓക്സിജൻ ലെവൽ വളരെ കുറവാണ്. എങ്കിലും ഭഗവത് നാമം ഉച്ചരിക്കും തോറും വീണ്ടും വീണ്ടും നമ്മൾക്ക് ഊർജം ലഭിക്കുകയാണ്. ഹരഹര മഹാദേവ് ജപിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഭഗവാനിലേക്ക് ഇങ്ങനെ എത്തുകയാണ്. ഇവിടെയല്ലാതെ പിന്നെ എവിടെയാണ് ഭഗവാൻ വസിക്കേണ്ടത്? നമ്മുടെ പിതൃ സങ്കല്പങ്ങളുടെ അല്ലെങ്കിൽ മാതൃദേവതകളുടെ മാതാസങ്കല്പങ്ങളുടെ എല്ലാം ആകത്തുകയാണ് ഭഗവാനും ഭഗവതിയും. ഇത്ര സ്വച്ഛന്തമായ, ഇത്ര പാവനമായ, ഇത്ര പരിപാവനമായ, പവിത്രമായ ഈ ഇവിടെയല്ലാതെ വേറെ എവിടെയാണ് ഭഗവാനൊരു ധാമം വേണ്ടത്? കൈലാസം, അത്ഭുതങ്ങളുടെ വിളനിലം. നിങ്ങളുടെ ഏതുവിധ സാങ്കേതികത കൊണ്ടും ആധുനിക ലോകത്തെ ഏതുവിധ യാന്ത്രികത കൊണ്ടും അളക്കാൻ പറ്റാത്ത, നേരിട്ട് മാത്രം അനുഭവിച്ചറിയേണ്ട ഒരു മനുഷ്യനെ, ആ മനുഷ്യനെ അവൻ്റെ ഏതൊരു സമയത്തും ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റമാണ്. ഇവിടെ വന്ന് ഈ